എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കണതിൻ്റെ അല്ല, എനിക്ക് ഡയറക്റ്റ് ഡയലോഗ് നമുക്ക് അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ല. അതിനേക്കാളും മുമ്പ് നമ്മൾ ജോയിൻ ചെയ്യുന്ന മുമ്പ് ലാൽ സാർ ജോയിൻ ചെയ്യുന്ന ദിവസമുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ജയിലറൊക്കെ ഹിറ്റായി നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കുറച്ച് രംഗങ്ങൾ വെച്ചാണ് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ജഗദീഷേൻ്റെ കഥാപാത്രത്തിൻ്റെയും മനശ്വരയുടെയും വേറെ കുറച്ച് ഫാമിലി സീക്വൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ലാൽ സാർ ജോയിൻ ചെയ്യുന്നു. മറ്റേ സിനിമയുടെ ഒരു ഹൈപ്പിലാണ് നിൽക്കുന്ന ജയിലർ. അപ്പോൾ അദ്ദേഹം ആ ജയിലറിലെ പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വേറൊരു സ്റ്റുഡിയോയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ആൾക്കാരൊന്നും അവിടെ ക്രൗഡ് ആരുടെ പറയാതൊരു സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ലാൽ സാർ കയറി വരുന്നു. അപ്പോൾ വേറെ ഒരു രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമ്മൾ ഇത്രയും ലൈക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നു കേട്ടിട്ടുണ്ടോ, ലൈക്ക് ഇദ്ദേഹം വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഫ്ലിക്ക് ഓഫ് എ മൂവ്മെൻറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് നേരിട്ട് കാണണം. എനിക്കന്ന് ആക്ച്വലി ഷൂട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ തിരിച്ചെറണാകുളത്തേക്ക് പോകേണ്ട ഒരാളായിരുന്നു. പിന്നെ ഞാൻ ഒരിടത്തൊരു പെർമിഷൻ ചോദിച്ച് ഇവിടെ നിന്ന് ലാൽ സാർ ജോയിൻ ചെയ്ത് ലാൽ സാറിൻ്റെ ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്നുള്ളൊരു ലൈൻ തന്നെ നിന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ലാൽ സാർ വന്ന് ക്യാരവനിൽ കയറുന്നു. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റും മേക്കപ്പും എല്ലാം കയറി പിന്നെ പുറത്തിറങ്ങുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു വിജയ് മോഹൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, ലൈക്ക് ഒബിയസ്ലി ഇത്രയും അധികം സിനിമകളും ഇത്രയും വലിയ വേഷപ്പകർച്ചകൾ ചെയ്തൊരു നടനാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണമല്ലോ ആസ് എ ഓഡിയൻ, അല്ലെങ്കിൽ ഒരു ആരാധകൻ അല്ല, നമ്മളെല്ലാവരും ആരാധകരാണല്ലോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് അദ്ദേഹം പിന്നെ കാരവനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു കണ്ണാടിയൊക്കെ വെച്ച് വിജയ് മോഹൻ്റെ ഒരു ശൈലിയിലേക്ക് ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ ഞാൻ ഏതാ സീൻ എന്ന് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്നൊരു ഡോറിൽ കൂടെ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നൊരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ലൊക്കേഷനിലേക്ക് കയറി വരാൻ മുമ്പ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിഷ് ചെയ്തിട്ട് സംസാരിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ച് പോകാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷെ അവിടെ നിന്ന സമയത്ത് സാർ ഇങ്ങോട്ട് വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ലൈക്ക് സീനിയർ പെർഫോമൻസ് യു ഡൺ എ വണ്ടർഫുൾ ജോബ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ശങ്കർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ട് ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ. നമ്മൾ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം കണ്ടു, അതോ ചോദിച്ചറിഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ വന്നപ്പോൾ തന്നെ ജിത്തു സാർ ഇങ്ങനെ പരിചയപ്പെടുത്തി, ലാൽ സാർ ഇത് ശങ്കർ ഋതുചൂടൻ, ശങ്കറാണ് ഇതിൽ മൈക്കിൾ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. യെസ് ഐ ഹവ് സീൻ ഹിസ് പെർഫോമൻസ് ലൈക്ക് ഡൺ എ ഗുഡ് ജോബ് എന്നൊക്കെ പുള്ളി അതൊരു അപ്രീസിയേഷൻ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആസ് എന്താ പറയുക, നമുക്കത് ഇന്നായ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം അത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഏത് ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു മെമ്മറബിൾ മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹമായിട്ടുള്ള അവിടെയുള്ള മെമ്മറീസിലേക്ക് അദ്ദേഹത്തിൻ്റെ നമ്മളത് ഒബ്സർവ് ചെയ്യാണല്ലോ, എങ്ങനെയാണ് അദ്ദേഹത്തിനെ ക്യാരി ചെയ്യുന്നത്. അതൊക്കെ ഇത്ര ലൈവായിട്ട് ഇത്രയും ദിവസങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു കോടതിക്കുള്ളിലും. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എങ്ങനെയാണ് ഈ ഒരു സീൻ പറഞ്ഞു തരുന്നതും അദ്ദേഹം അഭിനയിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ ഡയലോഗ് ഇങ്ങനെ ഡെലിവർ ചെയ്യണം എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു തരുന്നത്? അദ്ദേഹം കറക്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റർ അദ്ദേഹം പറയുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അദ്ദേഹം അഭിനയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം പലർക്കും കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം എൻ്റെ അടുത്തിലേക്ക് അദ്ദേഹം നമുക്കൊരു സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പേസ് അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ആ കഥാപാത്രമായി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസിൽ അങ്ങനെ തരും. അപ്പോൾ അത് അതൊരു വലിയ കാര്യമല്ല. എത്രയും വലിയൊരു എന്താ പറയുക, ലോകമെമ്പാടും അംഗീകരിച്ചൊരു സംവിധായകൻ നമുക്ക് അങ്ങനത്തെ ഒരു വേദി ഒരുക്കി തരികയാണ്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ ടെൻഷനല്ല, എനിക്കത് നന്നാക്കണം, എക്സൈറ്റ്മെൻറ്റ് നന്നാക്കണം, അല്ല നമുക്ക് നന്നാക്കണം. നമുക്ക് ഈ സിനിമയുടെ ഒരു ആശയം സംസാരിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ നിൽക്കുന്നത് എങ്ങനെയാണ്, ഈ സിനിമ തരുന്നൊരു സോഷ്യൽ മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ആൾക്കാർ എടുക്കുന്നതും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ നമ്മളിത് നന്നായിട്ട് ചെയ്താൽ എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അദ്ദേഹം ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടു ഗിവ് അവർ ബെസ്റ്റ് അല്ല. അപ്പോൾ അത് എനിക്കറിയില്ല, അത് ഞാൻ ഉത്തരം പറയേണ്ട ആളല്ല, നന്നായിട്ട് വന്നത് പ്രേക്ഷകർ കണ്ടു പറയാം.